Hi friends, welcome back. 32,000 രൂപയ്ക്ക് ദി ബെസ്റ്റ് ഫോൺ. ഈ ഒരു ഫോണാണ് ആ പ്രൈസിന് ഏറ്റവും മികച്ച ഫോൺ എന്ന രീതിയിൽ നമ്മൾ ഇതിന്റെ അൺബോക്സിംഗ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ നമുക്ക് തോന്നിയ കാര്യങ്ങളാണ് നമ്മൾ അതിൽ പറഞ്ഞത്. ഒരുപാട് പേരും അത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറഞ്ഞത്. ഫോണിന്റെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ബട്ട് കുറച്ച് ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതെങ്ങനെയുണ്ട്, ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതറിയണ്ടേ? അതാണ് ഈ ഒരു വീഡിയോ. ഒരു യൂസ് ചെയ്തതിന് ശേഷമുള്ള എക്സ്പീരിയൻസ്, യൂസ്ഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്തായാലും അവരുടെ ഇവന്റിന് നമുക്ക് പങ്കെടുക്കാൻ പറ്റി. അവിടെ അവരുടെ CEO അടക്കമുള്ള ആൾക്കാരെയൊക്കെ കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു ഇവന്റിൽ വെച്ചിട്ട്. എന്തായാലും സന്തോഷമുള്ളൊരു കാര്യം തന്നെ. ഒരുപാട് ടെക്കികളെയൊക്കെ കണ്ടു പരിചയപ്പെട്ടു തിരിച്ചു പോന്നു. എന്തായാലും മൊത്തത്തിൽ ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്തത് അൺബോക്സിംഗ് മാത്രമായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോണിന്റെ യൂസ്ഡ് റിവ്യൂയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ എക്സ്പീരിയൻസ്? ആദ്യമായിട്ട് ഈ ഫോണിൻ്റെ ഓൾറെഡി എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഓരോ സ്പെക്കും വിടർത്തി പറയേണ്ട ആവശ്യമില്ലല്ലോ. മെയിനായിട്ടുള്ളത് Snapdragon 8+ Gen 1 എന്ന പ്രൊസസർ, ഇൻഡിപെൻഡന്റ് ഗെയിമിംഗ് ചിപ്പ്, അങ്ങനെ ഡുവൽ ചിപ്പ്, 120 Hz AMOLED ഡിസ്പ്ലേ, 50 MP OIS ക്യാമറ, 120 വാട്ടിന്റെ ചാർജർ, 5000 mAh ബാറ്ററി, പിന്നെ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒക്കെ തരും. അങ്ങനെയൊക്കെയാണ് ഈ ഫോണിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. സോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഓൾറെഡി അൺബോക്സിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടാവും. നിങ്ങളൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ലിങ്ക് ഞാൻ കൊടുക്കാം, കണ്ടു നോക്കിക്കോളൂ. ഇപ്പം നമുക്ക് ആ വക മെയിൻ ഘടകങ്ങൾ ഒക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മൾ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് തോന്നിയത്, ആ കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ പ്രൈസ് നോക്കാം. ഇതിന്റെ 8GB RAM 128GB സ്റ്റോറേജിന് 34,999 രൂപയാണ്. SBI ICICI കാർഡുകളിൽ മേൽ 2,000 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 31,999 ഇതിന്റെ ബേസ് വേരിയന്റ് കിട്ടും. പിന്നെ 1,000 രൂപ കൊടുത്ത് പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ, സെയിൽ തുടങ്ങുന്നതിന് മുമ്പേ പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ വാറണ്ടി ഈ ഫോണിന് കിട്ടും. സാധാരണ 1 വർഷത്തെ വാറണ്ടി ഉള്ളൂ, 2 വർഷം വാറണ്ടി പ്രീ ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്കുണ്ട്. ഇനി അവൈലബിലിറ്റി, ആമസോണിലാണ് ഇത് അവൈലബിൾ ആവുന്നത്. 15-ാം തീയതിയാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഫോണിന്റെ ഓരോ ഘടകങ്ങളിലേക്ക് വരാം. ആദ്യം തന്നെ കുറച്ച് ഉപയോഗിച്ച് വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഫോണിന്റെ ഡിസൈന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല വേഗൻ ലെതർ ഫിനിഷ് ഉണ്ട്, IP52 വാട്ടർ റേറ്റിംഗ് ഉണ്ട്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, നല്ല ക്വാളിറ്റിയാണ്. അല്ലെങ്കിൽ ഒരു ചെറിയ സാമ്പിൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ്. IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിമോട്ടായിട്ടൊക്കെ ഫോൺ ഉപയോഗിക്കാൻ പറ്റും. ഡുവൽ നാനോ സിം ആണ് വരുന്നത്. 194 ഗ്രാമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. 93.11% സ്ക്രീൻ ടു ബോഡി റേഷ്യോ. ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ തന്നെ വരുന്നു. അതൊക്കെ നൈസായിട്ട് പെർഫോം ചെയ്യുന്നു. എല്ലാം സെറ്റാണ്. എന്നൊരു പ്രത്യേകത ഇവിടെ നമുക്ക് തോന്നിയത്, കുറച്ച് ദിവസം യൂസ് ചെയ്ത് വന്നപ്പോൾ ഇതിപ്പോൾ ഒരു മാറ്റമില്ലല്ലോ എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് വന്നത്. അതായത് ഞാൻ IQOO 11 ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. IQOO Neo 6, 7 ഒക്കെ ഉപയോഗിച്ചതാണ്. അപ്പോൾ ആ ഫോണുകളൊക്കെ കഴിഞ്ഞിട്ട് ഇത് കയ്യിലോട്ട് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു മാറ്റവും തോന്നിയില്ല. അതേ ഒരു അനുഭവം തന്നെയായിരിക്കും കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുക. പക്ഷെ അതൊരു ദോഷമല്ല കേട്ടോ, അത് നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഞാൻ ആ ഒരു ഫീല് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഡിസൈനിന്റെ ഭാഗത്ത് ഇങ്ങനെയാണ് തോന്നിയത്. ഇനി ഇതിന്റെ പെർഫോമൻസ്, ഇതാണ് ഈ ഒരു പ്രൈസിന് ഈ ഫോണിനെ എക്സെപ്ഷണൽ ഡിവൈസ് ആക്കി, അല്ലെങ്കിൽ ദി ബെസ്റ്റ് പെർഫോമിംഗ് ഡിവൈസ് ആക്കി മാറ്റുന്നത്. എല്ലാവരും ഇതിന് ഇഷ്ടപ്പെടുന്നതും ചൂസ് ചെയ്യുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. Snapdragon 8+ Gen 1 പ്രൊസസർ, UFS 3.1 സ്റ്റോറേജ്, LPDDR5 RAM, ഇൻഡിപെൻഡന്റ് ഗെയിമിംഗ് ചിപ്പ്, FunTouchOS 13 ആൻഡ്രോയിഡ് 13 ബേസ്ഡ് ആണ് വരുന്നത്. മൊത്തത്തിൽ യാതൊരു ലാഗും കാര്യങ്ങളും ഇല്ലാതെ നൈസായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. സെറ്റ് പെർഫോമൻസ് ആണ്. അപ്പോൾ നോർമൽ യൂസ് പോലുള്ള കാര്യങ്ങളൊന്നും ഒരു വിഷയമില്ല. ഒരു ബഗ്ഗോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. കുറച്ച് ബ്ലോട്ട്വെയർസ് ഒക്കെ ഉണ്ട്, അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ് ഞാൻ എൻ്റെ കംപ്ലീറ്റ് ആപ്ലിക്കേഷനിലേക്ക് കയറ്റി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്കങ്ങനെ വലിയ വിഷയങ്ങളൊന്നും തോന്നില്ല. ഈ ഹോട്ട് ആപ്പ് ആൻഡ് ഹോട്ട് ഗെയിംസ് പോലുള്ള ചില സാധനങ്ങൾ മാത്രമാണ് ഒരു ശല്യമായിട്ട് തോന്നുന്നുള്ളൂ. ബാക്കി എല്ലാ എൻ്റെ ആപ്ലിക്കേഷനുകളാണ് ഇതിൽ കിടക്കുന്നത് കേട്ടോ. കംപ്ലീറ്റ് ഞാൻ എൻ്റെ പ്രൈമറി ഫോണാക്കി മാറ്റി ഉപയോഗിച്ചതിൻ്റെ ഭാഗമാണ് ഈ ആപ്ലിക്കേഷനുകളെല്ലാം നിറഞ്ഞിരിക്കുന്നത്. എന്നാലും ഇത്രയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷവും യാതൊരു ഇഷ്യൂ ഇല്ല, ഉണ്ടാവാൻ പാടില്ല ഈ ഒരു സെറ്റപ്പ് അനുസരിച്ച്. എന്തായാലും യാതൊരു പ്രശ്നവും നമുക്ക് ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ബഗ്സോ പെർഫോമൻസ് ഇഷ്യൂ ഇല്ല. പിന്നെ FunTouchOS 13 ബേസ്ഡ് ആൻഡ്രോയിഡ് 13 എന്ന് പറയുമ്പോൾ തന്നെ ഇനി അങ്ങോട്ട് 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കൂടി കമ്പനി തരും, പ്ലസ് 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്. സോ 2-3 വർഷം നിങ്ങൾക്ക് നൈസായിട്ട് ഇത് ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് ഇൻഡിപെൻഡന്റ് ഗെയിമിംഗ് ചിപ്പ്, അതിന്റെ പർപ്പസ് ഇപ്പോൾ നോർമൽ ഗെയിം ഒക്കെ ആണെങ്കിൽ അതിനെ ഒന്ന് HDR ലെവലിലേക്ക് കളറൊക്കെ ഒന്ന് ഗംഭീരമാക്കി കാണിക്കുക. അതേപോലെ ഫ്രെയിം ഇന്റർപോളേഷൻ, നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ 90 FPS ഒക്കെ 120 FPS ആക്കി കാണിക്കുക, അല്ലെങ്കിൽ 90 FPS ഇല്ലാത്ത ഗെയിമുകളെ 90 FPS ആക്കി കാണിക്കുക. അങ്ങനെയുള്ള ഫ്രെയിം ഇന്റർപോളേഷൻ ടെക്നോളജി. പിന്നെ ഈ 90 FPS ഒക്കെ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഓവർ ബാറ്ററി കൺസംഷൻ വരാതെ കൺട്രോൾ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഇൻഡിപെൻഡന്റ് ഗെയിമിംഗ് ചിപ്പിന്റെ ഉദ്ദേശം. നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. വേറെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. ഇത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ശരിക്കും ഗെയിമേഴ്സിനെയാണ്. അപ്പോൾ ഗെയിമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും അതിൻ്റെ വശത്തുള്ള കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. കാരണം ഞാനിവിടെ 2-3 ഗെയിമുകൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ചു. ഒന്ന് PUBG, അതേപോലെ തന്നെ മറ്റൊന്ന് ന്യൂ സ്റ്റേറ്റ്, അതിൽ 90 FPS വരെ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് അതും ട്രൈ ചെയ്തു. പിന്നെ Asphalt 9 അതും ട്രൈ ചെയ്തിട്ടുണ്ട്. ജൈറോസ്കോപ്പിൻ്റെ എൻഹാൻസ്മെൻ്റ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ജൈറോ യൂസ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ജൈറോ ഒക്കെ നൈസായിട്ട് ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, യാതൊരു ഇഷ്യൂ ഇല്ല. സോ അതൊക്കെ ഉപയോഗിച്ച് കളിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച്
നന്നായിരിക്കും. പിന്നെ ഇതിൽ ഇൻസ്റ്റാന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് 1200 ഹെർട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടച്ചിലൊന്നും യാതൊരു പ്രശ്നവുമില്ല, ഒക്കെ പക്കയാണ്. സോ മൊത്തത്തിൽ ഈ 3 ഗെയിമുകളും കളിച്ചതിൽ നിന്നും എനിക്ക് വേറെ ഗെയിമിംഗ് പെർഫോമൻസിൽ യാതൊരു ഇഷ്യൂയും കണ്ടില്ല. നല്ല സ്റ്റേബിളായ പെർഫോമൻസ് ആണ് ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് കിട്ടിയത്. പിന്നെ ഹീറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ ഈ 3 ഗെയിം കളിച്ചപ്പോഴും എനിക്ക് ഹീറ്റിംഗ് ഒന്നും തോന്നിയില്ല. അതിൻ്റെ കാരണം ഞാൻ അൺബോക്സിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. അതായത് 4013mm ലാർജ് വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം, അത് IQOO Neo 6-നേക്കാൾ 167% ലാർജർ ആണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ 7518mm ഗ്രാഫൈറ്റ് ഏരിയ വരുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനുള്ള ഒരു സെൻസറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ വേറെ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും നമുക്ക് ഇത്രയും ദിവസം കൊണ്ടും തോന്നിയില്ല. സോ ടോട്ടലി ഗെയിമേഴ്സിനായാലും നോർമൽ യൂസിനായാലും ടോപ്പ് ലെവൽ പെർഫോമൻസ് ഈ ഒരു പ്രൈസിന് ഈ ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇത്രയും ദിവസത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇനി ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ ഒരു അപാകതയും കണ്ടില്ല. ക്യാമറ സ്പെക്ക് കാണുമ്പോൾ നമുക്കറിയാം ഇത് IQOO 11 അതേ ക്യാമറ സ്പെക്ക് ആണല്ലോ എന്ന്. അതായത് അതിലത്തെ ടെലിഫോട്ടോ ലെൻസ് ഒഴികെ ബാക്കിയെല്ലാം ഇവിടെ ഉണ്ട്. അതായത് അത്യാവശ്യം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ക്യാമറ സ്പെക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റിസൾട്ട് എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ സാമ്പിളുകളാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഞാൻ അൺബോക്സിംഗ് വീഡിയോയിൽ കാണിച്ചിരുന്നു. അതിൽ നിന്നും കൂടുതൽ വ്യത്യസ്തമായിട്ടൊന്നുമില്ല. കുറച്ച് സാമ്പിളുകൾ ഡേ ആൻഡ് നൈറ്റ് ഒക്കെ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇമേജ് ക്വാളിറ്റി ശരാശരി നിലവാരം തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസിന് ഓക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോയിലേക്ക് വന്നാലും 4K വീഡിയോ ഒക്കെ നമുക്ക് സ്റ്റേബിളായിട്ട് നൈസായിട്ട് എടുക്കാം. നിങ്ങൾ ഈ കാണുന്ന പോലെ പ്രശ്നമൊന്നുമില്ല. ഈവൻ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലൊക്കെയും നല്ല ഫുട്ടേജസ് ആണ് കിട്ടുന്നത്. പ്രശ്നമൊന്നും ക്യാമറയുടെ ഭാഗത്ത് നമ്മൾ ഫേസ് ചെയ്തില്ല. എല്ലാ സെൽഫി ആണെങ്കിലും നമുക്ക് നല്ല വീഡിയോ സാമ്പിൾ തന്നെയാണ് കിട്ടുന്നത്. സെൽഫിയിൽ 4K ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു പരാതിയായിട്ട് കരുതാം. പക്ഷെ അങ്ങനെയൊന്നുമുള്ള ഫീച്ചറുകൾ എല്ലാ ഫോണുകളൊന്നും തരുന്നില്ല, ഇതിലും തരുന്നില്ല. ഉള്ളത് എന്തായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. സോ ക്യാമറയുടെ ഭാഗത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഇതിന്റെ ബാറ്ററി ആൻഡ് ചാർജിങ് ഗെയിമേഴ്സിനെ സംബന്ധിച്ച് ഒരു പ്രധാന ഘടകം കൂടിയാണത്. ഗെയിമേഴ്സിന് മാത്രമല്ല നോർമൽ യൂസിലാണെങ്കിലും ഈ ചാർജിങ്ങും ബാറ്ററിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ 5000 mAh ബാറ്ററി ഉണ്ട്. ഒരു ദിവസം കൂടുതൽ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഗെയിം കളിക്കുമ്പോഴായാലും ബാറ്ററി ലൈഫിൽ പ്രശ്നമില്ല. ചാർജിങ് വളരെ സ്പെഷ്യലാണ്. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്. അതുകൊണ്ട് തന്നെ മിന്നൽ വേഗത്തിൽ ചാർജ് ആവും. ഇവരുടെ കണക്കനുസരിച്ച് ഇവർ പറയുന്നത് 8 മിനിറ്റ് കൊണ്ട് തന്നെ 50% ആവുമെന്നും 25 മിനിറ്റ് കൊണ്ട് 100% ആവുമെന്നും 5 മിനിറ്റ് ചാർജ് ചെയ്താൽ 2 മണിക്കൂറോളം ഗെയിം കളിക്കാനുള്ള ചാർജ് കയറുമെന്നൊക്കെയാണ്. ഇതൊക്കെ ശരിയാണ്. കാരണം ഇവിടെ ഓൾറെഡി IQOO 11 ഇരിക്കുന്നുണ്ട്. ഇതിൽ ഇതേ ചാർജിങ് സെറ്റപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ രീതിയിൽ തന്നെ മിന്നൽ കറക്റ്റ് ടൈമിംഗ് വരുമെന്ന് എനിക്കറിയില്ല. ഗെയിം കളിക്കാൻ പോകുന്ന നേരത്ത് കണക്ട് ചെയ്തിട്ടാൽ പടയെന്ന് പറഞ്ഞിട്ട് ചാർജ് കയറും. നമ്മൾ വേറെ ഏതൊരു ഫോൺ കണക്ട് ചെയ്യുന്നതിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് ചാർജ് കയറിയും ഈസി ആയിട്ട് എടുത്ത് കളിക്കാനും പറ്റും. അപ്പോൾ പറഞ്ഞു വരുന്നത് ബാറ്ററി ആൻഡ് ചാർജിങ് എന്ന് പറയുന്നത് ടോപ്പ് ലെവലാണ്. ഈ പ്രൈസിന് ടോപ്പ് ലെവലാണ്. അതിൽ ഒരു ഡൗട്ടും വേണ്ട. ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. കമൻറ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. എനിക്ക് ഈ കാര്യത്തിൽ ഏകദേശം ഗ്യാരണ്ടിയാണ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെ മനോഹരമായ ഡിസ്പ്ലേ ആണ്. 6.78 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് 120 ഹെർട്സിന്റെ 10-bit AMOLED ഡിസ്പ്ലേ ആണ്. പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ 1300 നിറ്റ്സ് വരുന്നുണ്ട്. ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് ഒന്നും പ്രശ്നമില്ല. 2160 ഹെർട്സിന്റെ PWM ഡിമ്മിങ് വരുന്നുണ്ട്. കോട്ട് സെൻസേഷൻ അപ്പിന്റെ ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിൽ അടക്കം HDR കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു വിഷയമില്ല. യൂട്യൂബിലൊക്കെ ആണെങ്കിലും നൈസ് ആയിട്ടുള്ള വീഡിയോ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം സാമ്പിൾസ് ഒക്കെ അടിപൊളിയായിട്ടുള്ള വീഡിയോ ക്വാളിറ്റി. അതിലൊന്നും ഒരു പ്രശ്നവും തോന്നിയില്ല. ഞാൻ പറഞ്ഞില്ല, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ അടക്കം നല്ല ക്വാളിറ്റിയിലുള്ളത് കൊണ്ട് വീഡിയോസ് കാണുമ്പോഴും നമുക്ക് ഡീസൻ്റ് ആയ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ കോള് നെറ്റ്വർക്ക് പോലുള്ള കാര്യങ്ങളിൽ നമുക്ക് വേറെ ഒരു അപാകതയും തോന്നിയില്ല. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള കോൾ ക്വാളിറ്റിയും നെറ്റ്വർക്ക് റിസപ്ഷനും ഉണ്ട്. ഇയർപീസിൽ നിന്നുള്ള സൗണ്ടൊക്കെ കോൾ ചെയ്യുമ്പോഴും പക്ക ക്ലിയർ ആണ്. ഞാൻ സംസാരിക്കുമ്പോഴും അപ്പുറത്ത് നിന്നിട്ടുള്ള ആരും തന്നെ ഒരു കംപ്ലൈൻറ്റും പറഞ്ഞില്ല. വളരെ ഡീസൻ്റ് ക്വാളിറ്റിയാണ് ഇതിൻ്റെ. മൈക്കും ഇയർപീസും നെറ്റ്വർക്ക് റിസപ്ഷനും എല്ലാം തന്നെ 5G 5G ബാൻഡ് ഒക്കെ വരുന്നുണ്ട്. സോ 5Gക്ക് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. സോ ഫൈനലി ഈ ഒരു ഫോൺ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ അടിപൊളി ഫോണാണ്. പെർഫോമൻസ് ആയാലും ഡിസൈൻ ആയാലും ഡിസ്പ്ലേ ആയാലും ക്യാമറ ആയാലും ബാറ്ററി ചാർജർ എല്ലാ മേഖലകളിലും കംപ്ലൈൻ്റ് ആയിട്ട് ന്യൂനതകളൊന്നും നമ്മൾ കണ്ടില്ല. കംപ്ലൈൻസ് ഒന്നും നമ്മൾ കണ്ടില്ല. എല്ലാം വെൽ ഒപ്റ്റിമൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ നമുക്ക് വേണമെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാവുന്ന ഒരു ഫോൺ എന്ന രീതിയിൽ നമുക്ക് പരിഗണിക്കാം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ റെയറാണ്. അതായത് നമുക്ക് ഒരു ഫോണിനെ കണ്ണും പൂട്ടി വാങ്ങിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോണിനെ പറയുന്നത് വളരെ അപൂർവമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇത് അങ്ങനത്തെ ഒരു ഐറ്റമാണ്. പക്ഷെ അപ്പോഴും ചില കാര്യങ്ങൾ ഇതിൽ പോരായ്മയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കരുതാം. കംപ്ലൈൻ്റ് അല്ല, പോരായ്മയായിട്ട് കരുതാം. കർവ്ഡ് ഡിസ്പ്ലേ ഇല്ല. പക്ഷേ കർവ്ഡ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഇതെടുക്കാനുള്ള കാരണം, കർവ്ഡ് ഡിസ്പ്ലേ ഒഴിവാക്കാനുള്ള കാരണം നോക്കിയാൽ ഗെയിമിങ്ങിന് നമുക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റും ഫ്ലാറ്റ് ഡിസ്പ്ലേക്കാണ് കുറവ്. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആശ്വസിക്കാം. പിന്നെ 3.5 ജാക്ക് ഇല്ല എന്നുള്ളത് എനിക്ക് ഒരു ചെറിയ പ്രശ്നമായിട്ട് തോന്നിയതാണ്. പിന്നെ NFC-യുടെ സപ്പോർട്ട് ഇല്ല എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചോളൂ. അതായത് പോരായ്മകൾ അതൊക്കെയാണ് കരുതേണ്ടത്. ഉള്ള ഡിവൈസ് എന്തായാലും
സെറ്റാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ണും പൂട്ടിയെടുക്കാം. പക്ഷേ നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് തോന്നി തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയും ദിവസത്തെ യൂസ് ചെയ്തതിൽ നിന്നും സ്റ്റിൽ എനിക്ക് ഈ ഫോൺ അടിപൊളിയായിട്ടാണ് തോന്നിയത്. സോ അത്രയുമാണ് നമ്മുടെ IQOO Neo 7 Pro എന്ന ഫോണിൻ്റെ ഒരു യൂസ്ഡ് റിവ്യൂ. ഓവറോൾ ഗ്രേറ്റ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.